പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 16-ാം തീയതി ഞായറാഴ്ച. കർത്താവെ, അവിടുത്തെ ആരാധിക്കാനും സ്തുതിക്കാനുമായി പുതിയൊരു ദിവസത്തിലേക്ക് ഞങ്ങൾ ഉണർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഏറ്റവും ഭക്തിയോടുകൂടെ ഒരുക്കത്തോടുകൂടെ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് അങ്ങേക്ക് മഹത്വം നൽകി ജീവിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണേ. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 8-ാം വചനം ഇന്ന് ധ്യാനിക്കാം. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. വിജാതീയനായ ശതാധിപൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ വാക്കുകൾ. 3 കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്നും ഇന്ന് ധ്യാനിക്കണം. 1. യേശുവിൻ്റെ ശക്തിയിലുള്ള ശതാധിപൻ്റെ വിശ്വാസം. 2. തൻ്റെ അയോഗ്യതയെക്കുറിച്ചുള്ള ആ ശതാധിപൻ്റെ അവബോധം. 3. തൻ്റെ കീഴിലുള്ള ആരും വേദനിക്കരുത്, സുഖപ്പെടണം എന്ന ശതാധിപൻ്റെ ചിന്ത. പലപ്പോഴും കുമ്പസാരിച്ചൊരുങ്ങാതെ യാതൊരു പശ്ചാത്താപവുമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ശതാധിപൻ്റെ ഹൃദയം നമുക്കും ലഭിക്കാൻ കൊതിയോടെ ആഗ്രഹിക്കാം. അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ കുമ്പസാരവേദിയിൽ ഒന്ന് അണയാൻ, ജ്വലിക്കുന്ന ഹൃദയത്തോടെ ഈശോയെ ഒന്ന് സ്വീകരിക്കാൻ, ഉള്ളിൽ കടന്നു വരുന്ന ഈശോയോട് സഹോദരങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ, വലിയ കൃപ ലഭിക്കാനായി ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.